സോ ഗൈസ്, പോക്കിമോൺ എക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പാഫൺ പാലസിൽ ആണ് നിർത്തിയത്. ഓക്കെ, സോ ആക്ച്വലി കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു എപ്പിസോഡ് കണ്ട മതിയിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഞാനൊന്ന് റീക്യാപ്പായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് റൂട്ട് 7 നമ്മുടെ ക്യാംബ്രയിൽ ടൗണിൽ നിന്ന് വന്നിട്ട് റൂട്ട് 7 സ്നോർലാക്സ് വഴിമറിച്ച് കിടക്കുകയാണ്. അപ്പോൾ സ്നോർലാക്സിനെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പോക്കി ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടൂള് വേണം. ഓക്കെ, ആക്ച്വലി അത് ഇവിടെയാണ് ഉള്ളത്, അത് പാഫൺ പാലസിലാണ് ഉള്ളത്. സോ നമ്മൾ അത് അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ആളുടെ പോക്കിമോൺ പിടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഫർഫറോ എന്നാണ് ആ പോക്കിമോൻ്റെ പേര്. ഓക്കെ, സോ അത് നമ്മൾ പിടിച്ചു കൊടുത്തു. ശേഷം അയാളുടെ പോക്കിമോൻ തിരിച്ച് കിട്ടിയല്ലോ, അതായത് നമ്മളാണ് സഹായിച്ചത്. അപ്പം അതിൻ്റെ ഒരു അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഫയർ വർക്ക്സ് നടത്താൻ പോവാണ്. അതായത് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ ആ ഒരു ഫയർ വർക്ക്സ് കാണാനായിട്ട് നമ്മളോട് മുകളിലേക്ക് നിലയിൽ, അതായത് ഇതിപ്പോൾ വലിയ മാളിക പോലെയല്ലേ ഇത്, പാലസ് അല്ലേ, അപ്പോൾ ഈ പാലസിൻ്റെ ബാൽക്കണിയിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതുവരെയാണ് സംഭവം അത്. ഓക്കെ, സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ, സോ ഇവിടെയാണ് സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഷോന ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് ഫുള്ള് ആ ഒരു ഏരിയ മൊത്തം കാണാം. ആക്ച്വലി അവിടെയാണ് നമ്മൾ ആ ഒരു പോക്കിമോനെ പിടിക്കാൻ പോയത്. അതെ, അത് തന്നെയാണ്. അതൊരു പൂന്തോട്ടം പോലെയൊരു സ്ഥലമാണ്. ഓക്കെ ഓക്കെ ഫയർ വർക്ക്സ് സ്റ്റാർട്ടായി. ഓക്കെ, അതിനില്ലേ, ഇത് കൊള്ളാം, എന്തായാലും അത് കൊള്ളാം. ഓ, ഏതല്ലേ. We haven't even seen them yet, but I know I never. ഓക്കെ, ഇത് ഈ ഒരു മൊമെന്റ് അവൾക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഓക്കെ, നല്ലൊരു അനുഭവമായിട്ട് അവൾക്ക് തോന്നി എന്നാണ് പറയുന്നത് ഷോന. ഓക്കെ, അങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇത് അവൻ്റെ പോക്കിമോണിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. പോക്കിമോൺ കിട്ടിയ സന്തോഷത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, ആ അതന്നെ, നമ്മൾ അതിനാണ് ശരിക്കും വന്നത്, പോക്കി ഫ്രൂട്ട്. അതന്നെ. ഓ, അപ്പോൾ അത് കേട്ടപ്പോൾ അതിന് സങ്കടമായി. സാരമില്ല. ഷബനു കാസ്റ്റിൽ, ഓ മറ്റേ കാസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇയാൾക്ക് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അങ്ങനെ ഫൈനലി പോക്കി ഫ്രൂട്ട് കിട്ടി. യെസ്.
TM70 പ്രൊട്ടക്റ്റ്. ഓക്കെ, ആ TM ശരിക്കും യൂസ്ലെസ് ആണ്. ഓക്കെ, നോക്കി എന്തായാലും ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, സോ നമുക്ക് മറ്റേ റൂട്ട് 7 വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അവിടെയാണ് സ്നോർലാക്സ് കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അവിടെ വെച്ച് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമ്മളങ്ങനെ റൂട്ട് 7 എത്തി, ഷോണി എത്തി. ഇനി നമുക്ക് സ്നോർലാക്സിനെ ഉണർത്താൻ പറ്റും. യെസ്, നമുക്കങ്ങനെ കിട്ടി. പക്ഷെ ഈ പോക്കി ഫ്ലൂട്ട് വായിക്കാൻ മറ്റവന് അറിയാമായിരിക്കും. ഓക്കെ ഓക്കെ ഇപ്പം സ്നോർലാക്സ് കണ്ണു തുറക്കും. അയാൾ വായിക്കുന്നു. ഓക്കെ, അയാൾ വായിക്കാൻ തുടങ്ങി. ഓക്കെ, എന്ത് രസമായിട്ടല്ലേ വാങ്ങണേ. ഓഹ്, ഈ പോക്കിമോൻ്റെ ഒരു ഭാഗ്യം. യെസ്, ഓക്കെ. ഓ, ബാറ്റിൽ. യെസ്, സ്നോർലാക്സ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള പോക്കിമോണാണ്. ഓക്കെ, ലെവൽ 15 ആണ്. കുഴപ്പമില്ല, നമ്മൾ ആവശ്യം നല്ല രീതിക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പോക്കിമോൺ. സോ ഇത് റാപ്പിഡ് സ്പിൻ എന്ന് പറയുന്നത് നല്ലൊരു മൂവ് തന്നെയാണ്. പക്ഷെ അത്രയും ലൈഫ് കുറയുന്നില്ല. ഈ ക്യാച്ച് ഇത് പിടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ PC ഇടാൻ പോവാണ്, അതായത് പോക്കിമോൺ സ്റ്റോറേജ് ബോക്സിൽ. അതെ, സോ ഇതിലുള്ള എല്ലാ ഒക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചിലത് നമ്മൾ പിടിച്ചിട്ട് PC സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് പതിവ്. എല്ലാ ഗെയിംസിലും അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് പെർമനൻ്റ് ആയിട്ട് 6 പോക്കിമോൺ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ സോ വാട്ടർ യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും കുറയുന്നില്ലല്ലോ എന്ത് ചെയ്തിട്ടും. ഫൈറ്റിംഗ് ടൈപ്പ് മൂവ്സ് സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിൻ്റ് ആവാൻ സാധ്യത. പക്ഷെ എനിക്കിതും പിടിക്കണം. നമ്മൾ പാരലിസ്റ്റായി. ഓ, നമുക്ക് ഒന്നുകൂടി വാട്ടർ യൂസ് ചെയ്ത് നോക്കാം. പതുക്കെ ഇറങ്ങുന്നുള്ളൂ. പക്ഷെ നമ്മൾ ലെവൽ 24 ആണ്. എന്നിട്ട് പോലും നമുക്കെന്തായാലും നമ്മുടെ വാൾട്രേക്കിനെ ഇറക്കാം. അത് നമ്മുടെ ഹോണിച്ച്. ഓക്കെ, അത് ഗോസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ടാണ് അതിന് നോർമൽ ടൈപ്പ് അറ്റാക്ക് എഫക്റ്റീവ് അല്ലാത്തത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഗോസ്റ്റ് ടൈപ്പിന് ഈ ഫിസിക്കൽ അറ്റാക്കും നോർമൽ ടൈപ്പ് അറ്റാക്ക് ഫൈറ്റിംഗ് ടൈപ്പ് മൂവ്സ് ഇതൊന്നും എഫക്റ്റീവ് അല്ല. എന്തോ കഴിക്കുന്നുണ്ട്, ബെറിയാണോ എന്തോ? ഏതേ സ്റ്റൈലസ് ബെറി. ഇതൊക്കെ ആരാ കൊടുക്കണേ? ഓ, ബോഡി സ്ലാം ആണോ? അത് ബോഡി സ്ലാം അല്ല കേട്ടോ. ഞാൻ അത് ലിക്ക് യൂസ് ചെയ്തു. അത് നമുക്ക് സൂപ്പർ എഫക്റ്റീവ് ആണ്. ഗോസ്റ്റ് ടൈപ്പ് മൂവാണ് അത്. ഗോസ്റ്റ് ടൈപ്പ് പോക്കിമോണ് ഗോസ്റ്റ് ടൈപ്പ് മൂവും സൂപ്പർ എഫക്റ്റീവ് ആണ്. അതേപോലെ സൈക്കിക് ടൈപ്പ്, ഡാർക്ക് ടൈപ്പ്, ഇതൊക്കെ മൂന്ന്, അതായത് അതിൻ്റെ തന്നെ മൂവ്സ് യൂസ് ചെയ്താലും എന്താണ് ഇപ്പോൾ ഞാൻ പറയട്ടെ, AG/ ഗോസ്റ്റ് ടൈപ്പ് ആണ്. സോ ഗോസ്റ്റ് ടൈപ്പ് ആ ഒരു പോക്കിമോനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഗോസ്റ്റ് ടൈപ്പ് മൂവ്സ് യൂസ് ചെയ്യാൻ പറ്റും, സൈക്കിക് ടൈപ്പ് മൂവ്സ് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ഡാർക്ക് ടൈപ്പ് മൂവ്സ്. മൂന്നും സൂപ്പർ എഫക്റ്റീവ് ആണ്. ഓക്കെ, നമ്മളങ്ങനെ ലൈഫ് തീരാറായി സ്നോർലാക്സിൻ്റെ. നമുക്ക് എന്തായാലും പോക്കിബോൾ യൂസ് ചെയ്യാം. ഒറ്റ ഇതിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ട്രൈ ചെയ്യാം. എത്ര പോക്കിബോൾ വേസ്റ്റ് ആവുമെന്ന് അറിയില്ല.
ഒറ്റയടിക്ക് പിടിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ വിചാരിച്ചു. ഇത് പെട്ടെന്ന് വിട്ടു കൊടുക്കുന്ന സാധനമല്ല സ്നോർലാക്സ്. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒറ്റ ട്രയൽ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, പിടിക്കണേ. യെസ്, സെക്കൻഡ് ട്രൈ. ഓക്കെ, അങ്ങനെ നമുക്ക് സ്നോർലാക്സിനെ കിട്ടി. നല്ല കാര്യം. ഓക്കെ, നമ്മുടെ ലൂഷ്യസ് ലെവൽ 22. ഓക്കെ, നല്ല കാര്യം. സോ ഇതിൽ മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മൾ പോക്കിമോണിനെ പിടിക്കുമ്പോഴും നമുക്ക് സാധാരണ നമ്മൾ ബാറ്റിൽ ചെയ്തിട്ട് ഒരു ട്രെയിനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വൈൽഡ് പോക്കിമോണായിട്ട് ബാറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടും. സാധാരണ നോർമലി അങ്ങനെയാണ്. ഈ ഗെയിമിൽ നമുക്ക് പോക്കിമോനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടും. ഓക്കെ, ഇത് മറ്റേ ആളല്ലേ? അവൻ്റെ പോക്കിമോനെ ആ ഒരു മറ്റേ പോക്കി ഫിസ് വായിച്ചപ്പോൾ ആ ഒരു സൗണ്ട് ഇഷ്ടമായെന്നാണ്. ഓക്കെ, അത് അയാൾ തന്നെ ഏൽപ്പിച്ചു. ഓക്കെ, അവനത് ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, കാരണം അയാൾ പോക്കി ഫ്രൂട്ട് നന്നായിട്ട് വായിച്ചത് കൊണ്ടാണ് അയാൾ തന്നെ ഇയാളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയത്. ഓക്കെ, ഇത് ആക്ച്വലി ആ കാസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്, ഷബനു കാസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. സോ അപ്പോൾ അയാൾ പോക്കി ഫ്രൂട്ട് വായിച്ചത് കേട്ടപ്പോൾ ഇയാൾക്ക് തോന്നി അത് അർഹതപ്പെട്ട ആള് അവൻ തന്നെയാണ്. ഓക്കെ, ഇത് മറ്റേ ത്രിപദം തീർന്നതില്ലേ? ഓക്കെ, പോക്കിമോൺ ഡേക്ക് അതാണോ? ഓക്കെ, പക്ഷെ എനിക്ക് ഈ ഒരു ഐഡിയ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഡേ കെയറിൽ കൊടുത്താലും നമ്മുടെ പോക്കിമോൺ ട്രെയിൻ ആവില്ല. പക്ഷേ എനിക്കൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ സ്നോർലാക്സിനെ കൊടുത്താലോ? എന്തായാലും നമ്മൾ PC യിലാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ട്രെയിനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ സ്നോർലാക്സിനെ കൊടുക്കാം. അതായിരിക്കും നല്ലത്. യെസ്, ലീവ് പോക്കിമോൺ സ്നോർലാക്സ്. നമുക്ക് അറ്റ് എ ടൈം രണ്ട് കൂടുതൽ പോക്കിമോണിനെ കൊടുക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതാണ് അവർ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ സമയമായി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഏത് സിറ്റിയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നമ്മളാകെ ഈ ട്രെയിനിൽ ബാറ്റിൽ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം. എന്നൊക്കെ എന്തോ പറയാനുണ്ട്. ഓക്കെ, ഈ ബിൽഡിംഗ് ബാറ്റിൽ ചേറ്റു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ട്രെയിനേഴ്സിനെ അവരുടെ സ്കിൽസും അവരുടെ പോക്കിമോണിനെ ട്രെയിൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇത് സരിയുന്നുണ്ടോ? ഓക്കെ, അവർ രണ്ടുപേരെത്തി. ഓക്കെ, ഓ സരീനയ്ക്ക് എല്ലാവരോടായിട്ട് ബാറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഓ ഡബിൾസ് ബാറ്റിൽ, അതായത് സരീനയും നമ്മളും പിന്നെ ടിയർണോയും ത്രിപദം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ടുപേരും നമ്മൾ ഒറ്റയ്ക്കെടുത്തു. രണ്ടുപേരാണെന്ന് തോന്നുന്നത് എനിക്ക്. ഓക്കെ, ഈ പിക്കാച്ചു. ഓക്കെ, അവളുടെ ഫ്ലെച്ചിങ് ഉണ്ടല്ലേ? പക്ഷെ നമ്മുടെ എല്ലാം ഓൾറെഡി ഫയർ ടൈപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫ്ലെച്ചിങ് പിടിക്കാത്തത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ബൈറ്റ് കൊടുക്കാം. പിക്കച്ചുവിന് ബൈറ്റ് കൊടുക്കാം. ഓക്കെ, കോർപ്പിഷ് മറ്റവൻ്റെയാണ്. എൻ്റെ പേര് എനിക്കിപ്പോഴും വന്നു. ടിയർനോ ആണോ ടെറാണോ? എനിക്ക് ആ പേര് ഇപ്പോഴും എനിക്ക് കൺഫ്യൂസാണ്.
ടിയറിനോടെയാണ് കോർപ്പിഷ് വാട്ടർ ടൈപ്പ്. ഓക്കെ, ട്രെവറിൻ്റെ ആണ് പിക്കച്ചു. ഓക്കെ, ഇതേ ഒറ്റ ബൈറ്റിൽ പകുതി ലീഫ് പോയി. ഓക്കെ, നല്ലത്. അങ്ങനെയാണെങ്കിൽ അടുത്തടിക്ക് പിക്കച്ചു ഡൗൺ ആവും, ഉറപ്പാണ്. പക്ഷെ കോർപ്പിഷ് വാട്ടർ ടൈപ്പ് ആയതുകൊണ്ട് എൻ്റെ അഗൻസ്റ്റ് ഫയർ ടൈപ്പ് ഇറക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, വൈസ് ഗ്രിപ്പ് ഇത് നല്ലൊരു അറ്റാക്കാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് കൊടുക്കാം. പിക്കച്ചു ഡൗൺ ആവും, ഉറപ്പാണ്. യെസ്, ഏതല്ലേ കാൽക്കുലേഷൻ, അത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ 2 പോക്കിയുണ്ടല്ലേ. ഫ്ലബീബി, ഇത് മറ്റേ ഫെയറി ടൈപ്പാണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു ഫെയറി ടൈപ്പ് പോക്കിമോണാണ് ഫ്ലബീബി. ഓക്കെ, ഫെയറി വിൻഡ്. ഓക്കെ, എന്ത് അറ്റാക്കാണ്. നമ്മുടെ ലൈഫ് കുറയും. ദൈവമേ, ഇതിൽ പോർഷൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഇതേ അതിൻ്റെ ഇടയ്ക്ക് വയസ്സ്. നമ്മുടെ ലൂഷ്യസ് പോയി. സാരമില്ല, നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് വാട്ടറിലേക്ക് നോക്കാം, നല്ലത്. വൈസ് ഗ്രിപ്പ് എന്നുള്ള ഒരു ഒറ്റ മൂവാണ് പോയത് എൻ്റെ ലൂഷ്യസ്. സാരമില്ല, നമുക്ക് എന്തായാലും ഷാഡോ സ്നീക്കാണോ, ഷാഡോ സ്നീക്ക് യൂസ് ചെയ്യാം. വർക്കാവുമെന്ന് അറിയില്ല കേട്ടോ. നല്ല രീതിക്ക് എൻ്റെ മോന് ഏതാ നല്ല രീതിക്ക് വന്നിട്ടാ ലൈഫ്. ഞാനത് വർക്കാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു, ഫ്ലെച്ചിങ് പോയി. ഓക്കെ, അവളുടെ രണ്ടാമത്തെ സ്റ്റാർട്ടർ പോക്കിമോൺ ഉണ്ടാവും, ഉറപ്പാണ്. അവളുടെ മറ്റേ ഏതെന്ന് മറ്റേ വാട്ടർ ടൈപ്പാണെന്നാണ് തോന്നുന്നത്. അതന്നെ, ഫ്രോഡിയർ. ഓക്കെ, ഷാഡോ സ്നീക്ക് നമുക്ക് പിന്നെ ഒന്നുകൂടി യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് മറ്റേ ഫ്രോഗ്ഡേനെ എനിക്കിഷ്ടമാണ് കേട്ടോ. അത് അതിൻ്റെ ഇവല്യൂഷൻ ഏതായിരുന്നു, എനിക്ക് മറന്നുപോയല്ലോ. ഗ്രെനിഞ്ച ആയിട്ട് മാറും. ഫൈനൽ ഇവല്യൂഷൻ ഗ്രെനിഞ്ചയാണ്. സോ അത് നല്ല പോക്കിമോൺ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഓൾറെഡി ടീമൊക്കെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഫെനക്കിൻ ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഏരിയലീസ് നല്ല മൂവാണല്ലോ. നമുക്ക് ഏരിയലീസ് നമുക്ക് തൽക്കാലം ഏതായിരിക്കും ഇതൊക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും സ്പോർട്ട് ഡാൻസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ സ്പോർട്ട് ഡാൻസ് നമുക്ക് ഫോർഗെറ്റ് കൊടുക്കാം. ഫ്ലോക്കി, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഫ്ലോക്കിയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രീവല്യൂഷൻ ഫോം ഫ്ലോക്കിയാണ്. ഓക്കെ, ഈ കോർപ്പിഷിനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ അതിൻ്റെ വൈസ് ഗ്രിപ്പാണ് കുറച്ച് അതിന് നല്ല എമൗണ്ട് ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഷാഡോ സ്നീക്ക് തന്നെ യൂസ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. യെസ്, അങ്ങനെ നമ്മൾ 2 പേരെയും ഡിഫീറ്റ് ചെയ്തു. നല്ല കാര്യം. യെസ്, അത്രേ ഉള്ളൂ. എൻ്റെ അമ്മേ, ഏതല്ലേ ടീം അപ്പ് ആൻഡ് ബാറ്റിൽ. ഓക്കെ, എന്തായാലും പൊളിച്ചു.
സോ ഗൈസ്, ഫൈനലി നമ്മൾ ആൻഡ്രോയിഡ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ കുറച്ച് സീൻസൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു കണക്റ്റിംഗ് കേവ് വഴി നമ്മൾ ഇവിടം വരെ എത്തിയതാണ്. ഓക്കെ, സോ സെലീന് ഓക്കെ ഓക്കെ നമുക്ക് ആദ്യം ഫോസിൽ ലാബിലോട്ട് പോകണം എന്നാണ് പറയുന്നത്. എന്നിട്ട് മെഗാ റിലേഷനെ കുറിച്ചൊക്കെ ചോദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും പോക്കിമോണിനെ ഹീൽ ചെയ്യാം. എൻ്റെ ലൂഷ്യസ് ഫെയിൻ്റായി കിടക്കുവാണ്. ഓക്കെ ഓക്കെ സോ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ ഫോസിൽ ലാബിലോട്ട് പോയി അന്വേഷിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ടത് ലൈക്ക് അടിക്കുക, ചാനലാണെങ്കിലും പുതിയതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.